ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സെട്രോൻ ആദ്യം ഇന്ത്യയിൽ വന്ന സമയത്ത് വണ്ടികൾ ഇറക്കുന്ന കാര്യത്തിൽ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഒരുപാട് വണ്ടികൾ അവർ ഒരു സമയത്ത് ഇറക്കി. അതായത് ആദ്യം C5 എയർക്രോസ് ഇറങ്ങി. അതൊരു ഇമ്പോർട്ടായിട്ട് ജസ്റ്റ് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രം ഇറക്കിയ വണ്ടിയാണെങ്കിലും അത് ഇറക്കി ഒരു വർഷം കൊണ്ട് തന്നെ അവർ C3 എന്ന് പറഞ്ഞ അവരുടെ മാസ് മാർക്കറ്റ് വാഹനം ഇറക്കി. അതും മാക്സിമം ലോക്കലൈസേഷനോടുകൂടി വന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ് അതിറങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഇലക്ട്രിക് വേർഷനും വന്നു. പിന്നീട് അവർ C3 എയർക്രോസ് ഇറക്കി. അതുപോലെ അതിനൊരു വർഷത്തിന് ശേഷം ബസാൾട്ട് ഇറക്കി. ഇത്രയും വണ്ടികളെല്ലാം വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇറക്കിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസാൾട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. പക്ഷേ ഇപ്പോൾ എന്തായാലും സെട്രോൻ അങ്ങനെ ഒരുപാട് പുതിയ ലോഞ്ചസിൻ്റെ പ്ലാനൊന്നുമില്ല. അവർ ഈ അടുത്ത് ബസാൾട്ട് എക്സും അതുപോലെ C3 എക്സും ഒക്കെ ഇറക്കിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസം മിക്കവാറും നമ്മുടെ എയർക്രോസ് എക്സും വരാനുള്ള ചാൻസ് ഉണ്ട്. C3 എയർക്രോസ് അതിപ്പോൾ അവർ വെറും എയർക്രോസ് എന്ന് വിളിക്കുന്നുള്ളൂ. C3 എയർക്രോസ് എന്ന് പറഞ്ഞ പേരെടുത്ത് കളഞ്ഞു. മിക്കവാറും അവർക്ക് മനസ്സിലാക്കാനായിരിക്കും C3 എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ വെച്ചിട്ട് അവരൊരു വലിയ വണ്ടി മാർക്കറ്റ് ചെയ്താൽ ഉള്ള വണ്ടിയുടെ വലിപ്പം കൂടിയൊരു വണ്ടി എന്നുള്ള രീതിയിൽ ആൾക്കാർ അതിനെ കാണുള്ളൂ. അപ്പോൾ അത് വാങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് ആദ്യമേ ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വെറുതെ എയർക്രോസിന് പേരിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിട്ടാലും മതിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബസാൾട്ടിൻ്റെ പേര് C3 കൂപ്പ എന്നൊന്നും ഇടാണ്ട് വെറും ബസാൾട്ട് എന്ന് മാത്രം, അതായത് വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരിലേക്ക് തന്നെ പോയത്. അത് ഒരു പരിധി വരെ വർക്കൗട്ടായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അധികം വർക്കൗട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ബസാൾട്ട് എക്സിലും C3 എക്സിലും ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ കൊടുക്കേണ്ടി വന്നത്. ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ സത്യം പറഞ്ഞ് ഇപ്പോൾ അവർ എക്സ് എന്ന് പറഞ്ഞ വേരിയൻസിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ഈ വണ്ടികൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആയേനെ. കാരണം പ്രൈസിങ് ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ഇവരിറക്കിയ ബസാൾട്ട് എക്സിൽ ടോപ്പ് എൻഡ് ആണെങ്കിൽ പോലും നമുക്ക് 13 lakhs താഴെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് നിങ്ങൾ അഡീഷണൽ ഡ്യുവൽ ടോണും 360 ക്യാമറ എല്ലാം ഓപ്ഷനായിട്ട് ആഡ് ചെയ്താൽ പോലും 13.4 lakhs ആണ് ടോപ്പ് എൻഡ് ടർബോ പെട്രോളിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത് ഓട്ടോമാറ്റിക് മോഡലിൻ്റെ. ബാക്കി വണ്ടികളൊക്കെ ആ സെഗ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 15-16 ലക്ഷം രൂപയിലാണ്, അതും എക്സ്ഷോറൂം. ഇനി അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണ്ട, മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ ബാക്കി വണ്ടികളുടെയൊക്കെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിലയ്ക്കാണ് ഇതിൻ്റെ ടോപ്പ് മോഡൽ വന്ന് നിൽക്കുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ സിട്രോൻ്റെ വാഹനങ്ങൾ ഉറപ്പായിട്ടും വാല്യൂ ഫോർ മണിയാണ്. അവർ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബസാൾട്ട് എക്സിൻ്റെ അകത്ത് ഇൻറ്റീരിയറിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് വലിയൊരു ഇൻട്രോ ആയി. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെട്രോയിൻ C3 എയർക്രോസ് ഇറക്കി ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഇലക്ട്രിക് മോഡൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. 2 വർഷമായി ഏകദേശം C3 എയർക്രോസ് ഇറങ്ങിയിട്ട്. എന്താണ് അത് വരാത്തത് എന്നുള്ളത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അവർ C3 അതായത് ഈ C3 എന്ന് പറഞ്ഞ വണ്ടി വെച്ച് മാസ് മാർക്കറ്റ് TV സ്പേസ് ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ആദ്യത്തെ കുറച്ച് കമ്പനികളിലൊരു കമ്പനിയായിരുന്നു സെട്രോയിൻ. ടാറ്റയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ഈ നെക്സോൺ EV മാക്സ് അങ്ങനത്തെ വണ്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണ നെക്സോൺ EVയും പിന്നെ നമ്മുടെ ടിയാഗോ EV, ടിഗോർ EV അങ്ങനത്തെ 3 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാണുന്ന ഈ പഞ്ച് EVയോ നെക്സോൺ EVയുടെ ഫേസ് ലിഫ്റ്റ് അതൊന്നും വന്നിട്ടില്ല. അതിനൊക്കെ മുന്നേ ഉള്ള കാലമാണ്. പിന്നെ മഹീന്ദ്രയ്ക്കാണെങ്കിലും EVs ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. XUV400 അത് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും ഈ വണ്ടി വന്നിട്ടും അധികം നല്ലൊരു റെസ്പോൺസ് അല്ല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഈ വണ്ടിയുടെ സെയിൽസിൽ സെട്രോയിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ C3 എയർക്രോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ ലോഞ്ച് അത്യാവശ്യം ഡിലേ ആക്കിയത്. അല്ലെങ്കിൽ അവർക്ക് അത് ഇറക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ പ്ലാറ്റ്ഫോം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി കോമ്പാറ്റബിൾ ആണ്. അവരിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന യൂറോപ്യൻ സ്പെക് C3 ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടിയെല്ലാം നമ്മുടെ സെയിം ഇവിടെ ഉള്ള CMP പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത് വരുന്ന വണ്ടികൾ തന്നെയാണ്. അവർ C3യും അതുപോലെ C3 എയർക്രോസും ഈ 2 വാഹനങ്ങളും പുറത്ത് കൊടുക്കുന്നുണ്ട്. ബസാൾട്ടില്ല. പക്ഷേ ഈ 2 വണ്ടികൾ പുറത്ത് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ വ്യത്യാസമുണ്ട്, എക്സ്റ്റീരിയറിലെ ഡിസൈൻ നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര ഒരു കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഇന്ത്യയിൽ ഇത്തിരി പഴയ ഡിസൈനാണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്ത സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് യൂറോപ്യൻ സ്പെക് ആ വണ്ടികളുടെ പ്ലാറ്റ്ഫോമിൽ, അതായത് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന ആ വണ്ടികളുടെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ വർക്കൗട്ട് ആയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്ത് അവർ ഇലക്ട്രിക് വേർഷൻസ് ആണ് കൊടുക്കുന്നത്. C3 ഒക്കെ ഈ C3 ആയിട്ടാണ് വിൽക്കുന്നത്. പെട്രോൾ പവർഡ് അങ്ങനെ കൊടുക്കുന്നില്ല. അത് പഴയ മോഡലാണ്. സോ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഇറക്കിയ C3 വേണമെങ്കിൽ യൂറോപ്യൻ സ്പെക് ഓയിൽ ഇറക്കാമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അതവർ ചെയ്തിട്ടില്ല. എനിവേ നമ്മൾ പറഞ്ഞു വന്നത് ഇവരുടെ ഈ പ്ലാറ്റ്ഫോം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി കോമ്പാറ്റബിൾ ആണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വേണ്ടിയും ഈ പ്ലാറ്റ്ഫോം കോമ്പാറ്റബിൾ ആണ്. സോ അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇത് 1.2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ആക്കുകയാണെങ്കിൽ ടാക്സും കുറവായിരിക്കും. ഇവരുടെ നമ്മുടെ GST 2.0 അതായത് GST റേറ്റ്സ് റിവൈസ് ചെയ്ത സമയത്ത് 1.5 ലിറ്റർ എഞ്ചിനുള്ള ഹൈബ്രിഡ് വാഹനങ്ങൾക്കെല്ലാം 40% ആയിരിക്കും ടാക്സ്. അത് ആദ്യം 43 ആയിരുന്നു. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. 43 ആയി. 43 40 ആയി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ അങ്ങനത്തെ വണ്ടികളിലൊന്നും അധികം വില കുറയാത്തത്. 45,000 to 55,000 രൂപ വരെയൊക്കെ അതിൻ്റെ അകത്ത് വില കുറഞ്ഞിട്ടുള്ളൂ. വളരെ മിനിമലായിട്ടുള്ളൊരു എമൗണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ഈ 1.2 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഹൈബ്രിഡ്സ് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ 28 to 31 ഇടയിലാണ്
ഈ പറയുന്ന ഹൈബ്രിഡിൻ്റെ ടാക്സ് വന്നുകൊണ്ടിരുന്നത്, GST വന്നുകൊണ്ടിരുന്നത്, GST+S. പക്ഷേ എന്തായാലും ഇനി അത് 18% ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് ഹൈബ്രിഡ് വണ്ടി ഇറക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കോമ്പറ്റീറ്റീവായിട്ട് പ്രൈസ് ചെയ്യാൻ പറ്റും. മിക്കവാറും ഇനിയിപ്പോൾ സുസുക്കിയുടെ ഹൈബ്രിഡ്, അതായത് അവരിപ്പോൾ ഈ Z12 എഞ്ചിൻ വെച്ചൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇനി നമ്മുടെ ഫ്രോങ്സ്, ബലേനോ, സ്വിഫ്റ്റ് ഇതിനകത്തൊക്കെ ഈ ഹൈബ്രിഡ് അവർ കൊടുക്കും എന്ന് പറയുന്നത്. ഏതായാലും സെട്രോൻ്റെ ഹൈബ്രിഡിൻ്റെ കാര്യം ഈ അടുത്ത് സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവരെപ്പോൾ വരും എന്നുള്ളതിൻ്റെ ലോഞ്ച് ടൈമിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹൈബ്രിഡും ഇലക്ട്രിക്കും ഈ രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻസും നമുക്ക് സമയമാകുമ്പോൾ ഇറക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ആ സമയം എപ്പോഴാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലൊരു ഇതായേനെ. പക്ഷേ എനിവേ അത് പോട്ടെ. അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് പൊതുവേ ഒരു ഇത്തിരി താഴോട്ടാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം. പക്ഷേ ഹൈബ്രിഡ് വണ്ടികളുടെ ഡിമാൻഡ് അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒരുപാട് കമ്പനികൾ ഹൈബ്രിഡ് വണ്ടികളായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഹ്യുണ്ടായി ആയിക്കോട്ടെ, ഫോക്സ്വാഗൻ ആയിക്കോട്ടെ, ഈവൻ മഹീന്ദ്ര വരെ ഹൈബ്രിഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്ക ആൾക്കാരും ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് വീണ്ടും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സെട്രോനും അവരുടെ ഹൈബ്രിഡ് പവറിനെ പറ്റി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതും അഗെയിൻ ഈ ടാക്സ് ബെനിഫിറ്റോട് കൂടിയൊക്കെ വരുമ്പോൾ നമ്മുടെ ഏത് വണ്ടിയായാലും, അതായത് ഇപ്പം C3-യിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, കാരണം സബ്ഫോമീറ്റർ ആയതുകൊണ്ട്. അതിന് മുകളിൽ പെർഫോമീറ്റർ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും പിന്നെയും ടാക്സ് 40%ലേക്ക് പോകും. പക്ഷേ ഈ ഒരു എഞ്ചിൻ വെച്ച് അവർക്ക് അത്യാവശ്യം നല്ലൊരു ഹൈബ്രിഡ് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വിഷയമായിരിക്കില്ല. ഇവർ എന്ത് തരത്തിലുള്ള ഹൈബ്രിഡാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. സീരീസ് ഹൈബ്രിഡ് ആണോ, സീരീസ് പാരലാണോ, അല്ലെങ്കിൽ വെറും പാരലാണോ എന്നൊന്നും. സുസുക്കി വർക്ക് ചെയ്യുന്ന ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ്. ഇവരും ഈ ചെറിയ എഞ്ചിൻ വെച്ച സീരീസ് കൊടുക്കാനാണ് സാധ്യത. കാരണം എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം സീരീസ് പാരലൽ ടെക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് കൂടായിക്കൊന്നുമില്ല, പക്ഷേ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. മാക്സിമം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചെയ്യാൻ പറ്റുന്ന സീരീസ് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ടാണ് സുസുക്കിയും ആ ഒരു സംഭവത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതാണ് ഇനിയിപ്പം സെട്രോൻ്റെ ഫ്യൂച്ചറായിട്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടിക്കുഴച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും പൊതുവേ ഇന്ത്യയിലുള്ള സെട്രോൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവരുടെ ഇനി എന്താണ് പ്ലാൻ എന്നുള്ളതിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവരായിട്ട് ഇനി പുതിയൊരു വണ്ടി ഇറക്കുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഈ എക്സിസ്റ്റിംഗ് 3 വാഹനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടി തന്നെയായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് നടക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി അവരിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ആയി, അതുപോലെ ഒരു പെർഫോമീറ്റർ SUV ആയി, പിന്നെ ഒരു കൂപ്പെ SUV ആയി. വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ഫോമീറ്റർ SUV ആണ് ഏകദേശം നമ്മുടെ നെക്സോണിൻ്റെ ഒക്കെ സൈസിൽ. അങ്ങനത്തെ ഒരു വണ്ടി അവർ നല്ല ഡീസൻറ്റ് പ്രൈസ് പോയിന്റ്, ഇപ്പോൾ പ്രത്യേകിച്ച് GST 2.0 18% ടാക്സ് ആണല്ലോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഹൈബ്രിഡും ടെർബോ പെട്രോളും NA പെട്രോളും പിന്നെ ഈ ബസാൾട്ട് എക്സിൽ വന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് ഇറക്കി കഴിഞ്ഞാൽ നോർമൽ കേസിൽ ആൾക്കാർ വാങ്ങേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവരുടെ വണ്ടി ആയതുകൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങനത്തെ ഒഫീഷ്യൽ ഡീറ്റെയിൽസും വന്നിട്ടില്ല കേട്ടോ. അവർക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും കൂടെ പറഞ്ഞാണ്, അതായത് ഒരു സെഗ്മെൻറ്റും കൂടെ. അവരായിട്ട് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന്. എന്തായാലും ഗൈസ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.